പ്രിയപ്പെട്ടവരെ നമസ്കാരം. വി-ഗാർഡ് എന്ന് പറയുന്ന ഒരു പ്രമുഖ ബ്രാൻഡിനെ കുറിച്ചിട്ട് കേൾക്കാത്തവരുണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. അപ്പോൾ ആ വി-ഗാർഡിൽ നിന്നും 2 പ്രോഡക്റ്റ് അവർ നമുക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഒരെണ്ണം സരിതയുടെ കയ്യിലിരിക്കുന്നു, ഒരെണ്ണം ദീദട്ടാ. അതവർ അയച്ചു തന്നു. ഒരെണ്ണം പിന്നെ ആമസോണിൽ നിന്നാണ് അവർ നമുക്ക് അയച്ചു തന്നേക്കുന്നത്. 2 ഗിഫ്റ്റായിട്ടാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ പോവാണ് ഞങ്ങൾ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇതുവരെയായിട്ട് പൊട്ടിച്ചിട്ടില്ല. ആദ്യം പൊട്ടിക്കേണ്ടത് കുറച്ച് നാളായിട്ട് അത് വന്നിട്ട് വിട്ടിരിക്കണു. നമ്മൾ കല്യാണത്തിരക്കും ഇതൊക്കെ ഇട്ടിരുന്നിട്ടേ നമ്മളിത് വീഡിയോ എടുത്തിട്ടില്ല. എന്തിട്ടാണ് കാണാനുള്ള ആകാംക്ഷ ഇത്രക്ക് ഉണ്ടാ. ഞാൻ അതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇത് മുന്നേ നമുക്ക് അങ്ങനെയാണെങ്കിൽ തുറന്നു നോക്കായിരുന്നു. തുറക്കണു. ഇതൊരു ഇലക്ട്രിക് റൈസ് കുക്കറാണ് കേട്ടാ. സാധനം കുറെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടേബിൾ ഉണ്ട്. യൂസേഴ്സ് മാനുവലായിരിക്കും. വാറണ്ടി കാർഡും മൂടിയുണ്ട്. 1.8 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു റൈസ് കുക്കറാണ് കേട്ടത്. ഇലക്ട്രിക് റൈസ് കുക്കർ. 2 പാത്രം ഉണ്ട്. ഇനി മെയിൻ സാധനം ഇതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? അത് ഭംഗിയുണ്ട്. ചൂടാണ് ഭാഗം. ഇതാണ് പ്ലഗ്. അതിൽ ഇളക്കാനുള്ള പാത്രം, അളവ് കപ്പ്. അപ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തപ്പോഴേ നമുക്ക് ആദ്യം തന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞത് മിക്സിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞവരുടെ അടുത്ത് നമുക്കിത് ആവശ്യമില്ല മിക്സി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലും ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ ഞങ്ങളെന്ന് ചോദിച്ചു. നമുക്ക് ഉപയോഗിക്കാനല്ല വേണ്ടാത്തത്, വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അവർ നമുക്കിത് അയച്ചത്. അപ്പോൾ നമ്മളിത് അവരയച്ചപ്പോൾ ഉണ്ട് അവരിതും കൂടി അയച്ചു തന്നു. അവർ പറഞ്ഞു, അയച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, മിക്സി നിങ്ങൾ ആർക്കാച്ചാൽ കൊടുത്തോ, ഇത് നിങ്ങൾ തന്നെ ഉപയോഗിച്ചോ, ഇത് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഒരെണ്ണം കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് തരണതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ റൈസ് കുക്കറും കൂടി അവർ അയച്ചു തന്നെ കേട്ടാ. അപ്പം ഇത് തുന്തുരു ആണെങ്കിൽ മിക്സി വാങ്ങിച്ചു. അതിനൊക്കെ ശേഷമാണ് അവർ കോൺടാക്ട് ചെയ്തത്. അനിലൻ ചേട്ടനാണെങ്കിൽ നമ്മളൊരു മിക്സി വാങ്ങി നമ്മൾ പൈസ എടുത്ത് വാങ്ങിച്ചിട്ട് കൊടുത്തു, അല്ലെങ്കിൽ അനിലൻ ചേട്ടന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പവർഫുള്ളായിട്ടുള്ള വി-ഗാർഡ് വോയ്മിക് മിക്സർ ഗ്രൈൻഡർ. 1000 വാട്ടിൻ്റെ കേട്ടാ. 3 ജാറുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തുന്തുരുവിന് ശരിക്കും ഉപയോഗമുള്ള സാധനമായിരുന്നു കേട്ടാ. പക്ഷേ അവൻ വേറെ വാങ്ങിച്ചു. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചത്, എൻ്റെ മൂത്ത അമ്മായി ഉണ്ട്, അച്ഛൻ്റെ ഏറ്റവും മൂത്ത പെങ്ങൾ സൗത്രിമ്മായി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മുടെ കമൻറ്റ് വായനയിൽ അങ്ങനെ പറഞ്ഞേക്കണം. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അമ്മായി ഇങ്ങനെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ പണിക്ക് പോയിട്ടേ അച്ഛനേക്കാളും ഭയങ്കര മൂത്തതാണ് കേട്ടാ. അപ്പം അമ്മായിക്ക് ഇപ്പം നന്നായി പ്രായമായിട്ട് വയ്യാണ്ടായി. അപ്പം അമ്മായി ഇങ്ങനെ കുറേ പണിയെടുത്ത് പണ്ടത്തെ പണിയെടുത്തിട്ടുള്ളവരെ കൈകൾ കാണുമ്പോൾ വിരലുകളൊക്കെ ഇങ്ങനെ വളഞ്ഞു പോയിട്ടേ അമ്മായിരെ കൈ കണ്ടു കഴിഞ്ഞാൽ വിഷമാവും. നമ്മുടെ അമ്മയുടെയും അതുപോലെ തന്നെയായിരുന്നു, വിരലുകളൊക്കെ ഇങ്ങനെ വളഞ്ഞു പോയിട്ട്. അപ്പോൾ ആ കൈമ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എന്തോരം പണിയെടുത്തിട്ടുള്ള കൈകളാണ് ഇതെന്ന് ബുദ്ധിമുട്ടിയ കൈകളാണെന്ന് ഒറ്റയ്ക്ക് മനസ്സിലാവും. അപ്പോൾ അമ്മായിയൊക്കെ ഭക്ഷണം കഴിക്കണാടുമ്പോൾ എനിക്ക് വിഷമം തോന്നും. ഇങ്ങനെ നമുക്ക് വിചാരിച്ച സാധനം ഒന്നും എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. വിരലൊക്കെ ഇവിടം വരയ്ക്കുന്നു ഇങ്ങനെ വളഞ്ഞു നിൽക്കുക. അപ്പം അമ്മായിക്ക് 3 പെൺമക്കളാണ്. അവരെ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പം അതിലത്തെ ഏറ്റവും താഴെയുള്ള മോളാണ്, അമ്മയുടെ ഏറ്റവും താഴെയുള്ള മോളാണ് ഉഷേച്ചി. ഉഷേച്ചീനെ ചിലപ്പോൾ നമ്മുടെ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ണംകുളങ്ങരയൊക്കെ ഞാൻ പോയിട്ടുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഉഷേച്ചീനെ. അപ്പോൾ ഉഷേച്ചി ആണ് ഇപ്പോൾ അമ്മായിനെ നോക്കണത്. ഉഷേച്ചിയാണ് അമ്മായിയുടെ കൂടെ. ചേറ്റുപുഴയാണ് അമ്മായിയുടെ വീട്. അപ്പോൾ ഉഷേച്ചിക്ക് അമ്മായിക്ക് അവിടെ സ്കൂളിൽ കഞ്ഞി വയ്ക്കണ പണിയുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കൊയ്യാനും പണിക്കും വീട്ടുപണിക്കും അങ്ങനെ എല്ലാ പണിക്കും അമ്മായി പോയി ഓടുന്നു. പിന്നെ അപ്പോൾ അമ്മായിയുടെ ആ പണി ഉഷേച്ചിക്ക് കിട്ടി. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ ഈ ഉച്ചക്കഞ്ഞി വയ്ക്കില്ലേ, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് 3-4 മാസം കൂടുമ്പോഴൊക്കെയാണ് ശമ്പളം കിട്ടുക, ഓരോ മാസത്തെ ശമ്പളം കിട്ടുക. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേച്ചി എന്താ ചെയ്യാൻ, ചേച്ചി അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ 10 പേർക്ക് 20 പേരുടെയൊക്കെ ഭക്ഷണം ഓർഡറുകൾ വരുന്നതൊക്കെ ചേച്ചി അവിടെ ചെയ്തു കൊടുക്കും. അപ്പോൾ ചേച്ചിക്ക് ഇതാവശ്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഉഷേച്ചി പറഞ്ഞ് ചേച്ചിയിലുണ്ട് മിക്സി, പക്ഷേ ഒരു 10 കൊല്ലത്തിന് മേലെ പഴക്കമുള്ളതാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് എപ്പോഴും വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതിന് കംപ്ലൈൻറ്റുകളായിട്ട് ഇരിക്കുകയാണ്. അപ്പം കറക്റ്റ് സമയത്താണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഉഷേച്ചിക്ക് കൊടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് കാണിക്കും, ഇതിൻ്റെ റിവ്യൂ ഞങ്ങൾ പറയും. എന്നിട്ട് നമ്മളിത് ഇതേപോലെ തന്നെ കഴുകി ക്ലീനാക്കി പാക്ക് ചെയ്ത് ഉഷേച്ചിക്ക് കൊണ്ടുകൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ
അവർ നമ്മൾ പറഞ്ഞില്ലേ, അവർ നമുക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്കിത് ആവശ്യമില്ല, ഇത് ആരെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. സാധാരണ മിക്സിയുടെ പോലെ തന്നെ 3 ജാറുകളുണ്ട്. ഈ ജാറിന് ഇങ്ങനെ ലോക്കുണ്ട്. അലുമിനിയം കപ്ലർ ഉണ്ട് ഇതിന്. അപ്പം നമുക്കിത് പിടിച്ചിങ്ങനെ നിൽക്കണ്ട അല്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് പിടിച്ച് നിൽക്കണം തന്നെ. അപ്പം അങ്ങനത്തെ സാധനം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പറയാട്ടോ. ഇതൊക്കെ കണ്ട നല്ല അടിപൊളിയാണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ജാറൊക്കെയും മൂടിക്കായാലും നമുക്ക് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയില്ലേ, ഹൈ ക്വാളിറ്റി ആണ് ഇതൊക്കെ. അതെ അതെ. ഇതിലൊക്കെ ഞങ്ങൾ പൊടിച്ചൊക്കെ നോക്കട്ടെ. എന്തായാലും നമ്മുടെ ഗരം മസാല പൊടി കഴിഞ്ഞു. എന്നിട്ട് ഇന്നലെ നമ്മൾ ആ ഗ്രീൻ പീസിന്റെ ഇതുണ്ടാക്കിയതിൽ ചിക്കൻ മസാല ഇവിടെ ഇരുന്നോടെ ഇട്ടത് ഗരം മസാല പൊടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട്, അത് പൊടിക്കാം. പിന്നെ ഇവിടെ ഇതിനൊരു കവറിങ് പോലെയാണ്, ഇത് ദൂരാൻ പറ്റും, ക്ലീൻ ചെയ്യാനൊക്കെ സുഖമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടാ. നല്ല കളറാ, ഇതിന്റെ കളറും ഞങ്ങളുടെ കളറും നോബൊക്കെ നോക്കിയേ, കണ്ട നോബ് ഈ കളർ നോക്കിയേ, ഞങ്ങൾ ടൗൺ അഡ്രസ് നോക്കിയേ, ഇത് നോക്കിയേ, ഇതിലേക്ക് ഉപയോഗിക്കാൻ പോണ റോസ് ബ്രാൻഡ് അരിയുടെ പാക്കറ്റ് നോക്കിയേ. ഇനി അത് മാത്രം നോക്കണ്ട, നോക്കിയേ ഇതിൽ ഇടാൻ പോണത് സവോള നോക്കിയേ, കളറ് എല്ലാം ഒരേ കളറ്. ഇത് നോക്കിയേ, ഇനി വേറെ ഉണ്ട് തമാശ. കത്തി നോക്കിയേ, കത്തിരി പിടിയില്ല ഇതിന്റെ കളർ ഇത്. ഇനി നമ്മുടെ വീട്ടിൽ ആദ്യമായി ഉണ്ടായി കോളിഫ്ലവർ ഒക്കെ പൊട്ടിച്ച് നമ്മൾ ഇതിലൊരു വെജിറ്റബിൾ ബിരിയാണി, ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ട്. ഞങ്ങൾക്ക് ഒരു പിടിയില്ല കേട്ടാ, ആദ്യമായിട്ട്. അപ്പൊ നമ്മള് ചെയ്ത് നോക്കാം. ചലവ് നമ്മുടെ അടുക്കള തോട്ടം, ചെലവല്ല ചലവ് അല്ല ചലോ കോളിഫ്ലവർ കേട്ടാ. ഏത് ഒരെണ്ണം മതി സരിത, ചെറിയ കോളിഫ്ലവറാണ്, വലുതുകളുണ്ട്. നമ്മളത് ചീര വേണമെന്ന് പറഞ്ഞു, അവൾക്ക് പൂമ്പ് കൊടുക്കാന്ന് പറഞ്ഞു. എന്താ കോളിഫ്ലവർ നമ്മൾ ആ കുഞ്ഞ് കോളിഫ്ലവർ ഫ്ലവർ ഉണ്ടായില്ലേ. ഇനിയുള്ളത് ബീൻസ് വേണമെങ്കിൽ 2 പൊട്ടിക്കാം നമുക്ക്. ബീൻസ് ഉണ്ട് കേട്ടോ, ബീൻസ് ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ ഇന്നലെ പൊട്ടിച്ചു, പിന്നെ ഞാൻ പൊട്ടിച്ചു, അതായത് ഇനി ഉണ്ടാവുന്ന അറിയില്ലേ ബീൻസിൻ്റെ. അത് 2-3 ഇടാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. മതി സരിത്, മതി കുറച്ച് മതി, അതിൽ ആകെ ഇത്തിരി കൊള്ളുള്ളൂ. ബീൻസേ ഇന്നലെ ഞാൻ പൊട്ടിച്ചു, അതിന് ഇനി ഉണ്ടാവുക സാധ്യത കുറവാണ്, അത്ര ഉള്ള മതി. ഇനി തക്കാളി വേണ്ടല്ലോ, പിന്നെ തക്കാളി ഉണ്ട്. തക്കാളി അത്ര വലിപ്പമുള്ളല്ലേ, വലിപ്പമുള്ളതൊക്കെ അതുമില്ല, അതിപ്പോൾ അടുത്തിട്ടില്ല. ഇതേ ഈ 2 തക്കാളി വേണമെങ്കിൽ കണ്ട 2 തക്കാളി മതി. മല്ലിയില്ല പൊട്ടിക്കല്ലേ, 2 ആഫ്രിക്കൻ മല്ലി പൊട്ടിക്കാം മുകളിലൊന്ന് വെതറാനായിട്ടേ. മതിയില്ലേ, ഇത്ര സാധനം മതിയില്ലേ. പുതിന അധികം വേണം, പുതിന കുറച്ച് മതി. പുതിന വാ പോവാ. നമ്മൾ ജീരകശാല അരി ആദ്യം തന്നെ പച്ചക്കറി പൊട്ടിച്ചു കൊണ്ടു. ജീരകശാല അരി ഇത് 160 മില്ലിയുടെ കപ്പാണ് കേട്ടോ, നിറച്ചില്ല. ഉള്ള കപ്പ് മെഷറിംഗ് കപ്പ് ഉണ്ട്, ആ കപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അല്ല നിറച്ച് വേണ്ടത് 160 നിറച്ചെടുത്തോ അല്ല കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തായാലും അത് അളവ് പറഞ്ഞ പോലെ തന്നെ ചെയ്യണ്ടേ. അതുകൊണ്ട് 2 പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് 20 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണ്ടേ, കഴുകി. എന്നിട്ട് ഇതുകൊണ്ട് 2 കപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തോരം ഉണ്ടാവും ഇതില്. ഈ പാത്രത്തിലേ 2 ബൗളിലുണ്ട് കേട്ടോ, 2 പാത്രങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇതിൽ എന്താ പറയുക അടയാളപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അളവുകളൊക്കെ. കണ്ട നോക്കി നോക്കാം ഇതിൽ എത്ര കൊള്ളും എന്നൊക്കെ നോക്കി നോക്കാം ആയി വരുമ്പോൾ. പിന്നെ ഇതിൽ പച്ചക്കറികളൊക്കെ വരുമല്ലോ, എല്ലാ വെജിറ്റബിൾസും ഇതൊക്കെ വരുമ്പോൾ ആ റൈസും കൂടി ആകുമ്പോൾ എത്ര വരും അങ്ങനെയൊക്കെ നോക്കി നോക്കാം. അരി 20 മിനിറ്റ് നേരം വെള്ളത്തിൽ കിടക്കട്ടെ അല്ലേ. മതി, അത്ര മതി. നമ്മുടെ ഗ്രീൻ ബീൻസ് അയ്യോ വല്ലാണ്ട് പൊടി, വല്ലാണ്ട് പൊടിയാണ്. പച്ചക്കറികൾ മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. ഞാനിതുകൊണ്ടേ 1 കപ്പ് കൂടി എടുത്തിട്ട് അരി ഇനിയിപ്പോൾ തയ്യാണ്ടിരുന്നാലോന്ന് വിചാരിച്ചിട്ടേ 1 കപ്പ് കൂടി എടുത്തിട്ട് വെള്ളത്തിലിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോൾ സരിത പറഞ്ഞു തന്നാൽ
അപ്പോൾ ഈ റൈസ് കുക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയാണ് നമ്മൾ വെക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ വെക്കണ മട്ടരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് വെക്കണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇതിലത്തെ യൂസേഴ്സ് മാനുവൽ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ. അതാവുമ്പോൾ അത് ഇപ്പോൾ ഇതിന് 2 ഇതുകളുണ്ട് കേട്ടോ. അതിലത്തെ ഒരെണ്ണം നമ്മൾ എടുത്തു. അപ്പോൾ അതിൽ നമ്മൾ ഇതുണ്ടല്ലോ ഈ സാധനം ഒരു അരിപ്പ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇത് താഴെ വെച്ചിട്ട് ഇതിലാവശ്യത്തിനുള്ള അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലിട്ടിട്ട് ഇപ്പോൾ 4 ഇതുകൊണ്ട് ഇപ്പോൾ ഒരു 4 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 8 കപ്പ് വെള്ളമാണ് ഇവർ പറയണേ. അത് പുഴുക്കലരി ഉണക്കലരി അങ്ങനത്തെ പുഴുക്കലരി. അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വെള്ളം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ. വെള്ളം കൂടുതൽ വേണോ അരി വേവാനായിട്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മട്ടരി ആകുമ്പോൾ ഇത്തിരി കൂടി വെള്ളം കൂടുതൽ വേണമായിരിക്കും. ജീരകശാല ഇങ്ങനത്തെ ബിരിയാണി അരിക്ക് ആകുമ്പോൾ അത്രയ്ക്ക് വേണ്ടി വരില്ല. ഇത് വെക്കണം. ഇത് താഴത്ത് വെക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും താഴെ ഭാഗത്ത് വരുന്ന ചോറുണ്ടല്ലോ വെന്തൊക്കെ വരുമ്പോൾ ഈ ഏറ്റവും താഴെ വരുന്ന ചോറ് ഒരു ബ്രൗൺ കളറൊക്കെ ആവും. അടിയെ പിടിക്കണ പോലെ ഉണ്ടാവും. അതില്ലാണ്ടിരിക്കാനാണ് ഇത്. അപ്പോൾ ഇത് ഈ സാധനം വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോറല്ലല്ലോ വെക്കണം, സാധാരണ ചോറല്ല വെക്കണേ. ഈ വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇത് വേറെ ഇതിൽ വഴറ്റിയിട്ട് എല്ലാം ഇതിൽ ചേർത്തിട്ട് വേവിക്കാനാണ് പോണേ കേട്ടോ. പാത്രം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നെയ്യിലാണിത് ആക്കുന്നത് കേട്ടോ. ഒരു ചേഞ്ച് നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് സാജീരകം, കറുവപ്പട്ട, തക്കോലം, കുരുമുളക്, ഏലക്കായ, കരയാമ്പു ഇതൊക്കെ ഇടണം കേട്ടോ. ഒന്ന് പൊട്ടട്ടെ. ഇനി കുറച്ച് ഒരു സവോള ഇടണം. ഇതില് 2 തക്കാളി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പഴുത്ത തക്കാളി ഞാൻ തിന്നു. കുറച്ച് ഉപ്പിടാം. കുറച്ചുകൂടി ഉപ്പുണ്ടോ? ഇതിലേക്കൊക്കെ വേണ്ട. ഇത് വല്ലാണ്ട് പാടാൻ പാടില്ല. ഇനി ഓരോ പച്ചക്കറികൾ കേട്ടോ. ഇത് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇടണം കേട്ടോ. ഇത് ചേട്ടൻ തിളച്ചോളത്തിൽ കോരിയെടുത്തില്ലല്ലോ. ഇല്ല, കോരി വെക്കണ നന്നായി കഴുകി. അതെ, നമുക്ക് ഈ സാധനം ഇട്ടപ്പോഴേക്ക് ഒരു അബദ്ധം പറ്റി. ഇത് വെറുതെ ഒന്ന് വെള്ളത്തിലൊന്ന് കോരി എടുക്കണം എന്നാണ് സാരിത പറയുന്നത്. ചൂടുവെള്ളത്തിൽ വേഗം അടുക്കളയിൽ കൊണ്ടുപോയിട്ട് വേഗം കോരിയിട്ട് പോകണം. അപ്പോഴേക്കും ഞാൻ തീ പതുക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഞാനെന്താ വെച്ചിട്ടില്ലേ, നമ്മുടെ വീട്ടിലത്തെ കോളിഫ്ലവർ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, നന്നായി കഴിയാൻ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് അതിലാക്കിയേ മതിയാകും. സരിത കോളിഫ്ലവർ ഒന്ന് വെറുതെ ഒന്ന് വേവിച്ചു കൊടുന്നു. ഇപ്പോൾ കളർ അത് ഇരിക്കിട്ടു. ഇപ്പം നിൻ്റെ അഭീഷ്ടം മാനിച്ചില്ലെന്ന് വേണ്ട. ഇനി എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു കേട്ടോ, കുറച്ച് മുളക് പൊടി ഇടുന്നു. നമ്മുടെ നിർമ്മലാൻറ്റിയുടെ മദൻ മാമല്ലേ, മാമൻ്റെ പെങ്ങളുണ്ട് വത്സമ്മായി ഉണ്ടാക്കും വെജിറ്റബിൾ ബിരിയാണി. കുറെ തക്കാളിയൊക്കെ ചേർത്ത് മുളക് പൊടി ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് വേറെ കറിയൊന്നും വേണ്ട, അരിയൂറ്റാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഇത് ഈ സാധനം വെച്ചു കൂട്ടാ. എന്നിട്ട് നമ്മൾ ഈ അരി ഇതിലേക്ക് ഇടുകയാണ്. അരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൽ അളന്നിട്ട് നമ്മൾ 3 കപ്പ് ആണല്ലോ അരി ഇട്ടാണ്. അപ്പം നമുക്ക് 6 കപ്പ് വെള്ളം ഒഴിക്കാം. 6 കപ്പ് വെള്ളം ഒഴിക്കുന്നതിന് നോക്കി നോക്കാം. മറ്റരിയല്ലേ? 2 ഉണക്കല്ലരിക്കല്ലേ, മറ്റേ ഈ മട്ടരിക്കൊക്കെ അല്ലേ ഇരട്ടി വെള്ളം ഒഴിക്കണ്ടേ? 3 കപ്പ് അരിയാണ് ഇട്ടിട്ടുള്ളത്. നിറച്ചില്ല ഏട്ടേ. അത്രയ്ക്കേ പാടില്ല. വെള്ളം കൂടാൻ ഇരട്ടി വെള്ളം ചേർത്തു കേട്ടാ. ചേർത്തിട്ട് സാധാരണ നമ്മൾ ജീരകശാല അരി കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വേറെ ഇതുപോലെ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇരട്ടി വെള്ളം ചേർക്കാറ്. കുക്കറിൽ ചെയ്യുമ്പോൾ 1.5 കപ്പ് വെള്ളം ചേർക്കാം. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് അതിലേക്കുള്ളത് ചേട്ടിട്ടില്ലേ? ഉപ്പ് ചേർത്തിട്ട് ഇത് ഇളക്കിയിട്ട് നോക്കി നോക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്നല്ലേ? ചേർക്കാലോ. ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞ് വയ്ക്കുന്ന കേട്ടോ, വെറുതെ ഒരു ചേഞ്ച്. ഇതിൽ
അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതിനേക്കാളും കൂടരുത് ഇതിൻ്റെ നമ്മൾ ചെയ്യണത്. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞൊരു ഇപ്പം നമ്മൾ 3 കപ്പല്ല 6 കപ്പ് വരെ ചേർക്കാൻ പറ്റും തോന്നുന്നു. അപ്പം അത്രയ്ക്കാവും. അതിട്ടോ ഇനി അതിലേക്ക് ഇനി ഇവിടെ ഇതിരിക്കിടാൻ പോകും കേട്ടോ. ഇതെന്താവും എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. മല്ലിയിലയും പുതിന ഇട്ടില്ലേ? ഇത് ലാസ്റ്റ് ഇങ്ങനെ മുകളിൽ വെതറിയിട്ട് നമുക്ക് ആക്കാം. അതെ, ഇതിൽ ചേർക്കണം. ഇതിൽ ചേർക്കണ്ട, വെറുതെ ഒന്ന് ഇളക്കിട്ടോ. മല്ലിയില പുതിനല ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അല്ലാണ്ട് കുത്തിയിളക്കരിക്കും. അടിയിൽ മറ്റേ പാത്രം ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ലിഡ് എവിടെ? ഇതിൻ്റെ മൂടി കൊണ്ട് ഇത് അടയ്ക്കുന്നു. വെറുതെ ഇങ്ങനെയുള്ളൂ കേട്ടാ, ഇങ്ങനെ ലോക്കൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മളിനി ഇത് പവർ ഓൺ ചെയ്യും. പ്ലഗ് കുത്താൻ പോണു കേട്ടാ. സ്വിച്ച് ഓൺ പവർ പ്ലഗിൽ തന്നെ കുത്തണം. സ്വിച്ച് ഓൺ കർമ്മ നിർവഹിക്കും. ചെയ്തോ? സ്വിച്ച് ഇട്ട് ഇത് ഓണാക്കണ്ടേ? ഓണാക്ക്. ഓണായി. ഇപ്പോൾ ഓഫല്ലേ? ഇപ്പോൾ ഓഫാ. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കണ്ട ഇത് മേലേക്കല്ലേ, അപ്പോൾ അത് വാമിലവൻ എടുക്കണ്ടാവുക. എന്നിട്ട് നമ്മളിനി ഇത് താഴത്തേക്ക് ഇങ്ങനെ ആക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുക്ക് ഓൺ ആവും. കണ്ടാ, കുക്കിൻ്റെ ലൈറ്റ് കത്തി. അപ്പോൾ ഇത് കുക്കാവുമ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ആ മറ്റേ ജാറിലൊരു സാധനം പൊടിക്കാം. നമ്മൾ വീട്ടിൽ മസാല കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗരം മസാല പൗഡർ ഉണ്ടാക്കണ ഇതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പെരിഞ്ജീരകം, ഇത് കരയാമ്പൂ, ഇത് ജാതിപത്രി, അല്ല അയ്യോ ഇതിനെന്താ പറയുന്നത്? തക്കോലം, ജാതിക്കര കുരു, ഇത് കുരുമുളക്, വെള്ള കസ്കസ്, പിന്നെ കറുവപ്പട്ട, പിന്നെ ജാതിപത്രി, പിന്നെ ഏലക്കായ. ഇത് ജൈവ ഏലക്കായാണ്. അതിന് കളറിങ്ങനെ ഇവിടുന്ന് എന്നിട്ട് ആതിരപ്പള്ളി എന്ന് പറഞ്ഞാണ്, അവിടെ നിന്ന് കൊണ്ടാണ്. അപ്പം നമ്മൾ ചിലർ ഈ സാധനം ചൂടാക്കാണ്ട് പൊടിക്കുന്നതാണ്. നമ്മൾ ചെറുതായിട്ടും ചൂടാക്കിയിട്ട് പൊടിക്കാന്ന് വെച്ചിട്ടാ. വെയിലത്തിട്ട് ഉണക്കിയാലും മതി. ഈ സാധനം വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ നിൽക്കണേ. ചൂടാക്കി തരാം ആകാംക്ഷയില്. പാത്രം ചൂടായി തുടങ്ങി. അപ്പോൾ ഓരോ സാധനങ്ങൾ ഇടണം കേട്ടോ. കറുവപ്പട്ട, തക്കോലം, ഏലക്കായ, നമ്മളിത്തിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക്, കരയാമ്പൂ, പെരിഞ്ജീരകം, പിന്നെ ഇത് തല്ലി പൊട്ടിച്ചിടും ചിലവർ ഇടില്ല കേട്ടോ ഈ സാധനം. ഞാൻ ഇത് ഇടുന്നുണ്ട്. ഞാനിടാറില്ല കേട്ടാ. ഞാനാണ് ഇവിടെ സാധാരണ ഗരം മസാല ഉണ്ടാക്കി വെക്കാറ്. ജാതി അത് കേട്ടോ ഇട് കണ്ടമാനല്ലേ നമ്മൾ ജാതിപത്രി. പിന്നെ ഈ സാധനം കുറച്ച് കഴിഞ്ഞിട്ടാ മതി. ഇത് നമ്മുടെ ഈ കസ്കസിൽ വെള്ള കസ്കസ് കുറച്ച് കഴിഞ്ഞിട്ടാ മതി. അമ്മ പറയാ കശപ്പിച്ച. കുറേ പേര് പണ്ടത്തെ ആളുകൾ കുറേ അങ്ങനത്തെ പറയല്ലേ കശപ്പിച്ച. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് ഞാൻ കരിച്ചിട്ട് വരും. ചെറിയ തീയിലിട്ടിട്ട് ഈ സാധനം തല്ലി പൊട്ടിക്കണം. സരിത അതെന്തിടണേ? ഞാനത് ഇടാറില്ല. ഗരം മസാല പൊടി ഉണ്ടാക്കുമ്പോൾ അതിടുമ്പോൾ വേറെ ജാതിക്കര വേറൊരു മണം വരും. മറ്റേ വയറ് ദഹനക്കേടൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ അരച്ചിട്ട് ഞാനതേ അമ്മേരെ അടിന്തറത്തിന് അവർ മസാല ഉണ്ടാക്കുമ്പോൾ ഈ സാധനം ഇട്ടുണ്ടായിരുന്നു പൊടിക്കാൻ തന്നപ്പോൾ. ഈ കായ ഏത് സദ്യക്ക് അപ്പം ഞാനല്ല പൊടിപ്പിക്കാൻ കൊണ്ടുപോയത്. ഇവിടെ കൊണ്ടുപോയിട്ടല്ല മസാലയും. അപ്പം ഞാൻ ചോദിച്ചാൽ ഇത് സാധനം ഇടാറ്. അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടുണ്ട് അയോടും. ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിൽ പൊടിക്കുന്ന ഭാഗം നമുക്ക് കാണിക്കാം. നമ്മളത് ചൂടാറി. അപ്പോൾ നമുക്കിത് ഇനി പൊടിക്കാനുള്ള പരിപാടിയിൽ ചെയ്യാം. ഇതിപ്പോൾ 3 ജാറുണ്ട്. അപ്പോൾ ഇത് മസാല ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് പൊടിച്ച് പരീക്ഷിക്കട്ടെ. വലിയ ഇതിൽ കൊള്ളില്ല കണ്ടോ, ഇതിൽ കൊള്ളില്ല. ഇത് കുറച്ച് അപ്പോൾ അതിൽ നിന്ന് പൊടിക്കാം. അതിൽ പിന്നെ സെൻട്രലത്തെ ജാറ് മതിയായിരുന്നു കേട്ടാ. വേണ്ട, ഇതിൽ ലോക്കിങ് ഉണ്ടല്ലോ. എനിക്ക് ആ ലോക്കൊന്ന് കാണാൻ ഒരു പൂതി. അപ്പോൾ ഞാൻ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാല രണ്ടും കൽപ്പിച്ച് ഇടുകയാണ്. അവിടെ തിളച്ചു തുടങ്ങിട്ടാ. തിളക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പെട്ടെന്നായല്ലേ തുറന്നു നോക്കാം. തിളക്കിണ്ട് നല്ല മണം വരണ്ടേ. ഞാൻ തിളക്കുന്നു കേട്ടാ. ശരിയാ. തുടർച്ചയായിട്ട് 110 മിനിറ്റ് വർക്ക് ചെയ്യിപ്പിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുള്ള മിക്സിയാണ് കേട്ടത്. അത് കാണിച്ചു തരാണ് 3 സ്ഥലത്ത്.
കിട്ടും. ഇതിന്റെ നോബിന്റെ പ്രത്യേകത 360 ഡിഗ്രിയാണ് കേട്ടോ. അതായത് ഇതിപ്പോൾ ഓഫിലാണ് എടുക്കണേ. ഇതൊന്ന്, രണ്ടാമത്തെ സ്പീഡ്, മൂന്നാമത്തെ സ്പീഡ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബാക്കിലേക്ക് തന്നെ റിവേഴ്സ് വരില്ല ചെയ്യാൻ വരെ ഇങ്ങനെ ഇട്ടാ കടാ അത് വീണ്ടും ഓഫിലേക്ക് വരും. ഇനി ഇത് നമ്മുടെ പോസ് ബട്ടൺ ഓണാക്കിയ ആ പിടിക്കണ്ടെന്ന് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സാധാരണ മിക്സിയുടെ ഇങ്ങനത്തെ ജാറിൽ പൊടിക്കാനുള്ള പൊടിയില്ല. ഇത് ജ്യൂസിലാണ് കേട്ടോ. അല്ല ഇത് ജ്യൂസൊക്കെ അടിക്കുന്ന സാധനമല്ല. ആയി പൊടിഞ്ഞൂലോ അപ്പൊ ഇവനാള് പുലിയാണല്ലോ. കണ്ട അടിപൊളിയായിട്ട് പൊടിഞ്ഞു കണ്ട. അപ്പൊ വേണമെങ്കിൽ നൈസായിട്ട് പൊടിക്കണേ. ഇതിപ്പോ കണ്ട വളരെ കുറച്ച് സമയമായിട്ടുള്ളൂ, നമ്മൾ ഇടയിൽ കട്ട് ചെയ്തിട്ടില്ല. ഊരിട്ടാ നമ്മുടെ പാത്രത്തേക്ക് ഇടാ, ഒരു ബൗളിലേക്ക്. അപ്പോൾ ഇത് തിളച്ചോണ്ടിരിക്കണ നോക്കിയേ. നമ്മുടെ ഈ മൂടിയമ കണ്ട, മൂടിയുടെ അവിടെ ഒരു 3 ഹോൾസ് ഉണ്ട് കണ്ട, അതിൽ കൂടെ ആവി വരുന്നത് കണ്ട. ഞാൻ നേരത്തെ ഇത് തിളച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മൂടി തുറന്നു നോക്കിയില്ല. അതിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ ഈ ഓട്ടയുള്ള കാരണം. തിളയ്ക്കുമ്പോൾ കണ്ട അതിൽ കൂടെ ആവി വരും. അപ്പം തിളച്ചോ എന്നറിയാൻ വേണ്ടി നമുക്ക് പൊക്കി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈ മസാല നീ ഇതിലേക്കിടാം. പൊടിച്ച ഗരം മസാല. സരിത ഈ മസാല മണം നോക്കി നീ ഇതിന് മണം നോക്ക്. ഇതിങ്ങനത്തെ ഒരു സാധനം കിട്ടും ഇത്. അതിന് മണം ശരിക്കും അടിച്ചു നോക്ക്. സൂപ്പർ മസാല. ഇത് ഞാനേ ഇത് കഴുകി ഉണക്കാൻ വെക്കട്ടെ. ഉഷേച്ചിക്ക് ഇപ്പന്നെ കൊണ്ടുകൊടുക്കാം മസാല. മണ്ണുണ്ട്. സരിത ഞാൻ സർലാസ് ഉണ്ടാക്കാട്ടെ. ഇതേ കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കുക്ക് എന്നുള്ള ഇൻഡിക്കേറ്റർ മാറിയിട്ട് വേണ്ട വാമെന്നുള്ളത് ലൈറ്റ് കത്തും. തന്നെ ഇത് മോളിക്ക് കണ്ട ഈ സ്വിച്ച് ബട്ടൺ താഴ്ന്നല്ലേ അത് മേലേക്ക് വരും. തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഈ വാമിൽ കിടന്നിട്ടൊരു ശരിക്കും മട്ടരിക്ക് ആണെങ്കിലും നമ്മൾ മറ്റേ ചോറൊക്കെ ആണെങ്കിൽ വേവാൻ കുറേ ടൈം എടുക്കില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് സമയം ഇതിൽ തന്നെ വെച്ചിട്ട് എടുക്കണം എന്നാണ് പറയണേ. ഇത് ചിലപ്പോൾ ആയി ഉണ്ടാവും. ഇത് ജീരകശാല അരിയല്ലേ, ഇത് വേഗം വേവുമല്ലോ. നോക്കി നോക്കാം എന്തുണ്ടോന്ന് കേട്ടാ. ഇനി ഞങ്ങൾക്ക് ഞാനേ പച്ചമുളക് അരിഞ്ഞ കൈ കൊണ്ട് മൂത്ത് പിടിച്ചിട്ട് മോറ് നിറയെ നീറ. നമുക്ക് നോക്കി നോക്കാട്ടോ. അത് ചോറ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് പൂക്കളം പോലെ ശരിക്കും. ഇത് ഇളക്കണ്ടേ? ഇളക്കാം. അപ്പൊ എന്തുണ്ട്? ഓ നിന്റെ വെള്ളം ഒഴിക്കലെ കണക്ക് കറക്റ്റാണ് സരിതേ. കാണാൻ എന്തൊരു ഭംഗി. നെയ്യ് ഒഴിച്ചു കൊടുത്താലോ ചേട്ടാ? ഒഴിച്ചു കൊടുക്കാം. ഓ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ ഇത് മല്ലിയിലും പുതിനലും അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വേണമെങ്കിൽ ഇടാൻ വേണം. വേണ്ട ഇനി ഒന്നും വേണ്ട. നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. ചോറ് വെന്തുണ്ട് കേട്ടോ, കറക്റ്റാണ്. വെള്ളം വറ്റി കറക്റ്റ് വെള്ളം വറ്റിയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം പോരായിരിക്കും എന്തായാലും മട്ടരി വയ്ക്കുമ്പോൾ അല്ലേ? മട്ടരി വയ്ക്കുമ്പോൾ പോരാ. നെയ്യ് ഒഴിക്കട്ടെ, കയ്യിൽ മാറ്റി. അപ്പോൾ ഒരു 3-4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് കറക്റ്റാണ് കേട്ടോ അത്. ഈ പാത്രം ഒന്നും ചെയ്യണ്ട, കൂടി എനിക്ക് വെച്ചാൽ മതി. മല്ലിയില പുതിനല അത് ശരിക്കും ഭംഗിയിലിട്ട് തട്ടി തട്ടി. ഞാൻ പച്ചക്കറികളൊക്കെ മേലെ വന്ന് കിടന്നതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതാണ്. അയ്യോ കട്ട കുത്തി മതി. മൂടി വയ്ക്കണം. ഇനി ഈ മൂടി വയ്ക്കുന്നുണ്ട്, വേഗം കഴിക്കാം നമുക്ക്. സമയം 2:30 മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഇതേ സർലാസ് കൂടി ഉണ്ട്, ഞങ്ങൾ കഴിക്കാൻ പോകണത്. എടുക്കട്ടെ. നല്ല ഭംഗിയുണ്ടല്ലേ സരിത ചോറ് കാണാൻ. നിൻ്റെ മഞ്ഞൾപ്പൊടി, നിൻ്റെ പ്രിപ്പറേഷൻ
ഇതിലാകപ്പാടെ ഒരു പോരായ്മ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിരിയും ഒരു പോരായ്മ. വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ടതായിരുന്നു. അല്ല വഴക്കണയില് അതുണ്ടെങ്കിലാണ് ആ പോരായ്മ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഉണ്ടെങ്കിലാ അല്ല അതില്ലാത്തതിന്റെ പോരായ്മ ഉണ്ടെങ്കിലാണ് അതുണ്ടെന്ന് ഇല്ലെന്ന് പറയാൻ പറ്റും. അതല്ല മോഹൻലാലിന്റെ എക്സ്പ്രഷൻ താൻ ആരാണെന്ന് തനിക്കറിയാം. അത് ഇടാത്തതിന്റെ പോരായ്മ നമ്മൾ ഭക്ഷണം കഴിച്ചാലേ അറിയുള്ളൂന്ന്. ഓ കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂന്ന് പറഞ്ഞാൽ പോരെ. ആ ചൂട് പിന്നെ ഉണ്ടാവില്ലേ? സർലാസ് സൈഡിലിടാം. കൃത്യം പാകം വേവ്, അടിപൊളി. ഒരു തരി പോലും കൂടുതലോ കുറവോ ഇല്ല. ഒരു കടുക് മണിക്ക് അങ്ങോട്ടോ ഒരു കടുക് മണിക്ക് ഇങ്ങോട്ടോ ഉണ്ടാവില്ല അല്ലേ? സർലാസ് കൂടി സർലാസ് കൂടി ചോദിക്കുക. ചൂട് കാരണം തൊട്ടില്ലേ? വിചാരിച്ചപ്പോ അല്ലേട്ടാ. അപ്പൊ ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന? നീ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അത് ആലോചിച്ച് അതിന്റെ ഒരു ഫ്ലേവറും കൂടി വന്നേനെന്ന് മാത്രം. അതൊന്നും വേണ്ട. ഇത് വളരെ എളുപ്പമുള്ള ഇതൊരു ഹെൽത്തി ഫുഡാണല്ലേ. നമ്മളിൽ എണ്ണകളൊന്നും ചേർത്തില്ല, നെയ്യ് മാത്രമാണ് ചേർത്തത്. നമുക്ക് അതിൽ തന്നെ വഴറ്റാവുന്നതുണ്ടായിരുന്നുള്ളോ കറിയാകുമ്പോൾ അതിൽ തന്നെ. നമ്മൾ വേറൊരു പാത്രത്തിലിട്ട് വഴറ്റിയിട്ടൊക്കെയാണല്ലോ അതിൽ ചേർത്ത്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ആ മറ്റേ അടിയിൽ വെച്ചാണ് അരിപ്പ പാത്രം എടുത്ത് മാറ്റിയിട്ട് അതിൽ നേരെ ഒരു കുക്കിലിടാം. ഓണാക്കുമ്പോൾ വാമിലവും എടുക്കണ്ടാവുക. എന്നിട്ട് അതിനെ ആ ബട്ടൺ താഴ്ത്തിയിട്ട് കുക്കിലിട്ടിട്ട് ഇതൊക്കെ വഴറ്റി സാധനങ്ങൾ ശരിയാക്കിയിട്ട് വെള്ളവും അരിയും ചേർത്ത് മുടിയൊക്കെ വേണ്ടോ? സിമ്പിൾ സാധനം. 6 മിനിറ്റ് 7 മിനിറ്റോ പോലും വന്നില്ല അല്ലേ? സിമ്പിളായിട്ട് കഴിഞ്ഞു. ഇനി അരി വെക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയാട്ടാ. അരി വെച്ച് നോക്കിയിട്ട് പറയാട്ടാ. ഇത് നമ്മുടെ മട്ടരി ചോറില്ലേ അത്. അപ്പം കറണ്ടിന്മേൽ ആണെന്നുള്ളതാണ് ഒരു ഇതുള്ളത്. അതന്നെ. സോളാറൊക്കെ വീട്ടിലുള്ളവർക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി. ഒന്നും ചെയ്യണ്ട, ചോറ് കഴിക്കാൻ വളരെ സുഖം. അതെ. ഞാൻ വേറെ പാത്രത്തിൽ എടുത്തിട്ട് കഴിക്കാം. അത് നിർത്തല്ല. അല്ല, കഴിക്കണത് നിർത്തണുള്ളൂ. ഇനി നമ്മൾ ഈ മിക്സി ഇപ്പം തന്നെ ഉഷേച്ചി കൊണ്ടുകൊടുക്കുമ്പോൾ ചേറ്റുപുഴയാണ് വീട്. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വരാമെന്ന്. അപ്പോൾ നമ്മൾ ചേറ്റുപുഴ എത്തി. അമ്മായിയുടെ വീട് അവിടെയാണ്. അമ്മായിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു 1.5 സെൻറ്റെങ്ങാനും ഉണ്ടാവോ കഷ്ടി. അതിലൊരു ഒരു ബെഡ്റൂം, ഹാള്, അടുക്കള, അത്രയുള്ളൊരു വീട്. ഇതെനിക്ക് പൊന്തോ. ഞങ്ങളെ ജഗ്ഗുൻ്റെ സ്കൂളിലേക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറയില്ലേ, മീറ്റിങ്ങിന് പോയി. അത് കാരണം വൈകിയേ. ഇത്തിരി കൂടി വേഗം വരായിരുന്നു. മീറ്റിങ്ങിന് പോയിട്ട് അവനെ വീട്ടിലാക്കിയിട്ട് ആണ് ഞങ്ങൾ വരണേ. ഇതാണ് അമ്മായിയുടെ വീട്. ഞാൻ അവിടേക്ക് വന്നിട്ട് ദേ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വന്നോ വായോ, അതിനെന്താ കുഴപ്പം? ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി. ഇല്ല, അവനെ ഒരു അമ്മയ്യേ, അയ്യോ, ഇതാണ് വല്യമ്മായി. വല്യമ്മായി. അതെ, അത് കുഞ്ഞിതന്ന് മാത്രം. അതെ. അമ്മായി ഇവിടെ ഇരിക്കി. ആ, കസാരയിലിരിക്കി. അമ്മായിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ വയ്യായിക്കും? അമ്മായി ഇങ്ങനെ തന്നെ എതപ്പും വിഷമങ്ങളും ഒക്കെ ഉണ്ട് മോളെ. ഇത്തിരി നേരം നല്ലതാണെങ്കിൽ പിന്നെ പൊട്ടയാണെങ്കിൽ പിന്നെ നല്ലത്. ആ വയ്യാത്തതാണ് ഉഷേച്ചി കേട്ടാ. ഉഷേച്ചി അമ്മായിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഉഷേച്ചി ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് കാറ്ററിംഗ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉഷേച്ചിക്ക് ഇത് ഉപകാരപ്പെടും. നല്ല മിക്സി ആട്ടാ, ഞാൻ ഉപയോഗിച്ച് നോക്കി. അടിപൊളി മിക്സിയാണ്. ആ, ഇതേ അമ്മായിയുടെ കൈ കണ്ട, ഞാൻ പറഞ്ഞില്ലേ അമ്മായിയുടെ കൈ നോക്കിയിരിക്കണ്. കൈയും കാലൊക്കെ നോക്കിയ കാല്, അതെ കണ്ട, വളഞ്ഞു പോയിട്ട് കണ്ട. എന്തോരം പണിയെടുത്തിട്ടുള്ളതല്ല അമ്മയ്യേ, പറയാനാലോചിച്ചു കരയും. എന്തോരം പണിയെടുത്തിട്ടുള്ളതാണ് അമ്മയ്ക്ക്. എന്തേലും ചോദിക്കുമ്പോഴേക്കും കരഞ്ഞു തുടങ്ങും. ഇത് ഇങ്ങനെ തന്നെ ഇതന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ.
കാണാൻ ഇങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അമ്മായി വയസ്സാവും തോറും കറക്റ്റ് അമ്മാമ്മയുടെ ചായയായി ശരിക്ക്. ഇത്രയ്ക്ക് ഇതിനാൾ ഇത്തിരി വണ്ണം കുറവായിരുന്നു എന്ന് മാത്രം അമ്മാമ്മയ്ക്ക്. അമ്മായി വണ്ണം വെച്ചിട്ടുണ്ടോ? അമ്മായി ഇത്തിരി വണ്ണം ഉണ്ട്. നീരാണോ അത്? ആ നോക്കി നോക്ക്, മിക്സി നോക്കി നോക്ക്. അമ്മായി എവിടെ ഇരുന്നോ? കാണാനാ? ജാറുകളൊക്കെ നല്ലതാ, നല്ല കനമുണ്ട്, നല്ല ഉറപ്പുണ്ട്. പിടിച്ചോക്കണം അമ്മായി. പൊടിക്കാനുള്ള കുഞ്ഞു ജാറ്. ഇത് പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കും. അപ്പൊ എനിക്ക് പരിപ്പ് അരയ്ക്കാം, അതൊക്കെ ചെയ്യാം. കടികൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തോടുന്നുണ്ട്. അതിപ്പോ ഞാൻ ചെയ്യണില്ലേ, കുറച്ച് നാൾ എനിക്ക് ഞാൻ വീണില്ലേ, ചേച്ചി വീണു, പ്ലാസ്റ്റിക് ഇട്ടിരുന്നു. അപ്പൊ ഞാൻ കടകളിൽ കൊണ്ടുകൊടുത്തോർന്നു രാവിലെ. അപ്പൊ അത് എനിക്ക് വീണ, അപ്പൊ അവരെ ഓർഡർ, അവർക്ക് വേറെ കച്ചവടം നടക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് വേറെ ആൾക്കാർക്ക് ഓർഡർ കൊടുത്തു. അപ്പൊ പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചു. കുറച്ച് നാൾ ഇരിക്കേണ്ട വന്നു. അപ്പോ നല്ല പവർഫുൾ മിക്സി, 1000 വാട്ടാ. അതെ. പെട്ടെന്ന് അറിയും. അത് കാരണം കൊണ്ടേ 1000 വാട്ടാകുമ്പോ കറണ്ട് ഇതായാലും മറ്റേത് 1 മിനിറ്റ് നേരം അരക്കണത് 1/2 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴേക്കും അറിയും. അങ്ങനെ അമ്മ കണ്ടില്ലേ, മിക്സി കണ്ടില്ലേ? അങ്ങനെ കൊണ്ടേക്കണം. അങ്ങനെ എടുത്ത് വെക്കാം മേശയിലേക്ക് എടുത്ത് വെക്കാം. അത് കളഞ്ഞോളോ. ചേച്ചി നമ്മുടെ സുജിതയുടെ പോലെയാണ്, ഒരു ചിരിക്കുടുക്കിയാണ്, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. സങ്കടം വന്ന് പെട്ടെന്ന് കരയും ചെയ്യും. അതെ, ചേച്ചി നന്നായി കവിത എഴുതൂട്ടാ. കവിത എഴുതും, ആ പാട്ട് പാടും. നന്നായി കവിതകൾ എഴുതിയിട്ടുണ്ട് ഞാൻ. ആദ്യം ഞാൻ എഴുതിയത് കുട്ടികൾക്ക് വേണ്ടിട്ട്, സ്കൂളത്തെ കുട്ടികൾക്ക് വേണ്ടി. സ്കൂളിലത്തെ കുട്ടികൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്യില്ലെന്ന് എനിക്ക് സ്കൂളിലത്തെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒരു കവിത ആദ്യമായിട്ട് ഞാൻ എഴുതി. അത് എനിക്ക് സന്തോഷം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കാര്യം പുണ്യം വേറെ ഇല്ല. എന്താ വെച്ചാൽ കളങ്കമില്ലാത്ത കുട്ടികളാ. നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഉഷമ്മ എന്ന് വിളിക്കുക. 4ത്തെ ടീച്ചർ ദീപ ടീച്ചർ കുട്ടികളെ ഉഷേച്ചിന്ന് വിളിക്കേണ്ട, ഉഷമ്മായി എന്ന് വിളിക്കേണ്ട, നിങ്ങൾ ഉഷമ്മ എന്ന് മാത്രമേ വിളിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ പഠിപ്പിച്ചതാ. പിന്നെ തുടർന്ന് വരുന്ന കുട്ടികളൊക്കെ ഉഷമ്മ എന്ന് വിളിക്കുക. അപ്പൊ ഉച്ചകളത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരൊരു വരവുണ്ട്, ഉഷമ്മ അന്നത്തെ കൂട്ടാൻ സൂപ്പർ എന്ന് പറയും. അപ്പൊ ഞാൻ മനസ്സിൽ ഇത്രയും വലിയൊരു പുണ്യം എനിക്ക് ഇനി വേറെ ഇല്ല കിട്ടാൻ. ഏറ്റവും നല്ലൊരു ജോലി എന്ന് പറഞ്ഞ ഇതാണ്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ സന്തോഷമുള്ള മുഖം കാണുമ്പില്ലേ നമ്മളുടെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാ. അപ്പൊ അങ്ങനെ ഒരു സന്തോഷമുള്ള കാര്യം. അപ്പൊ ഞാൻ വിചാരിച്ച് കവിതയല്ല, ഞാനിങ്ങനെ മനസ്സിൽ ഓരോ വാക്കുകളൊക്കെ വരാറുണ്ട്. പക്ഷെ അത് കവിതയാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു ദിവസം എനിക്ക് തോന്നി, സ്കൂളിൽ നിൽക്കുമ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓരോ വാക്കുകൾ എനിക്കിങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4ൽ പഠിക്കുന്ന ഒരു കുട്ടി ശ്രീനാഥ് എന്ന് പറയും. ആ കുട്ടിയോട് ഞാൻ പേന കൊണ്ടുവരാൻ വന്നു. അവനൊരു കടലാസും പേന വിഷമിക്ക് തരുമെന്ന് ചോദിച്ചു. കുട്ടി കൊണ്ടുവന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു വരി മനസ്സിൽ വന്നു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ മേലെ എഴുതാനുള്ളതും താഴെ എഴുതാനുള്ള വരികൾ വന്നു. അപ്പം ഞാൻ ആ കവിത ഒന്ന് ഇവിടെ ഞാൻ പാടാം. ആദ്യമായിട്ട് എഴുതിയ കവിതയാണ്, പാട്. അപ്പൊ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഇത് നിട്ടണേ. അപ്പൊ അതിന് അക്ഷരം തെറ്റുള്ളത് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ അതിന് പേരിട്ടു അക്ഷരമുറ്റന്ന്. അപ്പൊ ഞാനിത് പാടണ. വരുവിൻ മക്കളെ നമുക്ക് പോകാം അക്ഷരമുറ്റത്ത്, അക്ഷരമുത്തുകൾ കോർത്തിണക്കി പടിപടിയായി ഉയരാം. അറിഞ്ഞറിവിൽ നിറഞ്ഞ ബുദ്ധിയിൽ തെളിഞ്ഞിറങ്ങണം. നമ്മുടെ മക്കൾ വിജയകിരീടം ചാർത്തിയിടേണം. അറിഞ്ഞറിവിൽ നിറഞ്ഞ ബുദ്ധിയിൽ തെളിഞ്ഞിറങ്ങണം. നമ്മുടെ മക്കൾ വിജയകിരീടം ചാർത്തിയിടേണം. വരുന്ന കാലം നമുക്കൊരുക്കാം അറിവിൻ കൊട്ടാരം. വരുന്ന കാലം നമുക്കൊരുക്കാം അറിവിൻ കൊട്ടാരം. അതിലൊരാളായി നമുക്ക് വാഴാം ഇനിയുള്ള കാലം.
അതിലൊരാളായി നമുക്ക് വാഴാം ഇനിയുള്ള കാലം. വരുവിൻ മക്കളെ നമുക്ക് പോകാം അക്ഷരമുറ്റത്ത്. വരുവിൻ മക്കളെ നമുക്ക് പോകാം അക്ഷരമുറ്റത്ത്. അക്ഷരമുത്തുകൾ കോർത്തിണക്കി പടിപടിയായുയരാം. ഇതാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ആദ്യമായിട്ട് ഞാൻ എഴുതിയ കവിത. അത് കൊറേ വട്ടം കേട്ടിട്ടുണ്ട് കേട്ടാ. പിന്നെ ഒരു അമ്മേനെ കുറിച്ചിട്ടുള്ള കവിത ഉണ്ടായിരുന്നു. കൊറേ കവിതകളൊക്കെ ചേച്ചി എഴുതിയിട്ടുണ്ട്. എനിക്കിപ്പോ പാടുമ്പോഴേ അമ്മേനെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് കുറച്ച്. പിള്ളേര് എന്താ ഞാൻ അറിയില്ല, ഞാൻ പറയാം വലിയ ചക്കന്മാരായി. അപ്പൊ പഠിക്കാൻ വണ്ടി പോകുമ്പോ നിർത്തി കഴിഞ്ഞിട്ട് ഇത് കേക്കാണ്ട പറഞ്ഞോ നിർത്തുമ്പോ ഞാൻ ചോദിക്കേ നിർത്തിട്ട് അറിയോ ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല, നിങ്ങളാ സാധനം മുഖത്തുനിന്ന് എടുക്കാൻ ഹെൽമെറ്റ്. അപ്പൊ അത് എടുക്കും. എന്നിട്ട് ചെറുക്കി അപ്പോഴും അറിയില്ല അമ്മയ്ക്ക്. ആവല്ലേ അമ്മായിക്കായിരുന്നു ഈ ഞാൻ പറഞ്ഞില്ലേ, അമ്മായി ആദ്യം സ്കൂളിൽ ഇങ്ങനെ കഞ്ഞി വെക്കലായിരുന്നു, ഉച്ചക്കഞ്ഞി. ഇനിയില്ല മക്കളെ നിങ്ങളെന്ന് പറഞ്ഞു. എത്ര ഉപ്പുമാവ് തന്ന കയ്യാന്നിട്ട് ഈ കൈ രണ്ടും പിടിച്ചോണ്ട് ചെക്കന്മാര് എത്ര പോകുന്നവര് ഇപ്പോഴും ആ സ്നേഹം ഉണ്ട് പിള്ളേർക്ക്. അമ്മ അന്ന് ജോലിക്ക് കേറിയ ടൈമില് ആർക്കും അങ്ങനെ ഭക്ഷണം ഇല്ലല്ലോ. അതന്നെ സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്നത് പോലും ഈ ഉച്ചക്കലത്തെ ഒരു ഉപ്പുമാവ് കിട്ടാൻ അതിന് അത്രയും ഇല്ലാത്ത കാലമാണ്. അപ്പൊ അതിന്റെ നന്ദി കുട്ടികൾ ഇന്ന് വലുതായി വലിയ വലിയ ഭയങ്കര സ്നേഹം അമ്മയോട് ഈ കുട്ടികൾക്ക്, വലിയ ചക്കന്മാർക്കൊക്കെ. അവർക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയില്ല. 80 വയസ്സ്. 80 വയസ്സായി. അമ്മ ഒരു 57 വർഷം ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കൂളില്. ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യത്, ഒരാൾക്കും. ഒരു ടീച്ചർമാർക്കായാലും വേറെ ഏതൊരു 57 കൊല്ലം ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം. പെൻഷനൊന്നും അത് ജോലിയിലും ഞങ്ങൾക്ക് ഈ മിക്സി തന്നതിന് വീഗാർഡിനും സരിതയ്ക്കും അജുവിനും ഞങ്ങൾ നന്ദി പറയണം. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടാ. പോട്ടെ അമ്മയെ. അപ്പൊ എൻ്റെ അമ്മായിനി അമ്മായിയുടെ വീടൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഉഷേച്ചി കാറ്ററിംഗ് കുറച്ച് വർക്ക് ചെയ്യണമെന്ന് പറയില്ലേ, ചേച്ചിയുടെ പണിസ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ ഒരു സ്ഥലമുള്ളോ, പിന്നെ ഈ വീട് ബാക്കിലും സ്ഥലമില്ല, ഇടയിലൊന്നും സ്ഥലമില്ല, കൃത്യ സ്ഥലത്താണ് വീട് നിൽക്കണതേ. ഒരു ഈ കാരണ സ്ഥലവും ആ നമ്മൾ ഇരുന്ന നടപ്പരയില്ലേ ഹാളും അതിലൊരു ബെഡ്റൂം അവിടെ നിന്ന് കിടക്കണം, ഒരു അടുക്കള ബാത്റൂം അത്രേ ഉള്ളൂ. ഇത് കിണറിന് ഇങ്ങനെ ആക്കിയിട്ട് കിണറിന്റെ മോൾ ഭാഗം വാർത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാം. അപ്പൊ ഇവിടെയാണ് അപ്പൊ ചേച്ചി വർക്ക് കിട്ടണ ദിവസങ്ങളില് അടുപ്പുണ്ട് ചേച്ചിക്ക്. അടുപ്പുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ വലുത് അതിനനുസരിച്ചിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് വെച്ച് കൊടുക്കും. വർക്ക് ചെയ്തിട്ട് ചേച്ചി ഒറ്റയ്ക്ക് തന്നെ ഒക്കെ ചെയ്തിട്ടാണ് കൊടുക്കുക. ഇവിടെ വെച്ചിട്ടാണ് പാചകമൊക്കെ, അല്ലാണ്ട് സ്ഥലമില്ല. വലുത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ സ്ഥല സൗകര്യം ഇല്ല. പോട്ടമ്മയെ ടാറ്റ ബൈ ബൈ. ഒക്കെ കളയാം വേണ്ടാത്തൊക്കെ കളയുണ്ട്. ഞാനും അമ്മയൊക്കെ കൂടി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അമ്മായിൻ്റെ അടുത്ത്. കാരണം അമ്മായി കുറുക്കഞ്ചേരി പൂയത്തിനും ഓണത്തിന് വിഷുവിനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടുമ്പോൾ വരേ. പിന്നെ ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് അമ്മായിക്ക് വയ്യ. പിന്നെ നമ്മുടെ വീട് മുകളിലല്ലേ, ഈ സ്റ്റെപ്പൊന്നും കയറാൻ അമ്മായിനെ കൊണ്ട് പറ്റില്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഞാൻ കണ്ണംകുളങ്ങരയ്ക്ക് വരുമ്പോൾ അമ്മയും ഞാനൊക്കെ കൂടി വരും. അപ്പോൾ ഇന്നാളും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. അപ്പം അമ്മായിൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട്. പിന്നെ നമ്മൾക്ക് പോവാം.